ഇതിന് മുമ്പുള്ള ക്ലാസ്സിൽ നമ്മൾ കൊഹറൻറ്റ് സോഴ്സിൻ്റെ അല്ലെങ്കിൽ ഇൻകൊഹറൻറ്റ് സോഴ്സിൻ്റെയും അഡീഷൻ അല്ലെങ്കിൽ സൂപ്പർ പൊസിഷൻ നമ്മൾ പഠിച്ചിരുന്നു. അതിൽ നമ്മൾ കൺസ്ട്രക്റ്റീവ് ആൻഡ് ഡിസ്ട്രക്റ്റീവ് ഇൻഡിഫറൻസ് എന്ന് പറയുന്ന രണ്ട് കാര്യങ്ങൾ പഠിച്ചു. സോ അതുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു എക്സ്പെരിമെൻ്റ് ആണ് യങ്സിൻ്റെ ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ്. സോ ആ ക്ലാസ് കാണാത്തവർ തീർച്ചയായും ക്ലാസ് കണ്ടതിന് ശേഷം യങ്സിൻ്റെ എക്സ്പെരിമെൻ്റ് ഡെറിവേഷൻ നോക്കുക. സോ ഈ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ വേണ്ടി യങ് ആദ്യം ചെയ്തത് തൻ്റെ ലാബോറട്ടറിയിൽ ഒരു ലൈറ്റ് സോഴ്സിനെ ഫിക്സ് ചെയ്തു. ഒരു ലൈറ്റ് സോഴ്സിനെ ലാബിൽ സെറ്റ് ചെയ്തു. അതിനുശേഷം അതിന് മുമ്പിലായി ഒരു സിംഗിൾ സ്ലിറ്റിനെ അറേഞ്ച് ചെയ്തു. സിംഗിൾ സ്ലിറ്റ് എന്ന് പറയുമ്പോൾ ഒരു സ്ക്രീനാണ്. ആ സ്ക്രീനിൻ്റെ ഒരു സെൻറ്റർ പോർഷൻ എന്ത് ചെയ്തിരിക്കും? റിമൂവ് ചെയ്തിരിക്കും. അതൊരു സ്ലിറ്റ് പോലെ ആക്ട് ചെയ്യും. സോ ഇങ്ങനെ ഒരു സ്ലിറ്റ് ഉള്ള ഒരു സ്ക്രീൻ വെച്ചാൽ എന്ത് സംഭവിക്കും? തീർച്ചയായും ലൈറ്റ് വേവ്സ് ഈ സ്ലിറ്റിലൂടെ കടന്ന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് എത്തും. അതിനുശേഷം യങ് വേറൊരു കാര്യം കൂടി ചെയ്തു. ഇതിന് ഫ്രണ്ടിലായി ഒരു ഡബിൾ സ്ലിറ്റ് യങ് സെറ്റ് ചെയ്തു. അപ്പോൾ ഡബിൾ സ്ലിറ്റ് ആണ് യങ് ഈ ഒരു സിംഗിൾ സ്ലിറ്റിന് ഫ്രണ്ടിലായിട്ട് സെറ്റ് ചെയ്തത്. അപ്പോൾ ഡബിൾ സ്ലിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം രണ്ട് സ്ലിറ്റ്സ് ഉണ്ട്. അപ്പോൾ ആ സിംഗിൾ സ്ലിറ്റിൽ നിന്ന് വരുന്ന ലൈറ്റ് ഈ ഡബിൾ സ്ലിറ്റിലൂടെ കടന്ന് മുമ്പിലുള്ള ഒരു സ്ക്രീനിൽ ഇൻസിഡൻ്റ് ആകുന്ന രീതിയിലായിരുന്നു യങ്ങിൻ്റെ ഈ എക്സ്പെരിമെൻറ്റിൻ്റെ സെറ്റപ്പ്. അപ്പം ഈ ബ്ലൂ കളറുള്ള സ്ക്രീൻ യങ് ഈ ഒബ്സർവേഷൻ കാണാൻ വേണ്ടി വെച്ച സ്ക്രീനാണ്. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുക? ഈ ലൈറ്റ് സോഴ്സ് എസ് എന്ന് പറയുന്ന ഈ ലൈറ്റ് സോഴ്സിൽ നിന്നുള്ള ലൈറ്റ് ഈ സിംഗിൾ സ്ലിറ്റിലൂടെ കടന്നുപോയി അതിനുശേഷം ഈ ഡബിൾ സ്ലിറ്റിലൂടെ കടന്നുപോയി ഈ സ്ക്രീനിലേക്ക് വീഴും. അപ്പം നമുക്കറിയാം ഇവിടെ ഈ രണ്ട് ഡബിൾ സ്ലിറ്റ്സ് നമുക്ക് ഈ ഡബിൾ സ്ലിറ്റ്സിന് ആദ്യത്തെ സ്ലിറ്റിന് S1 എന്നും രണ്ടാമത്തെ സ്ലിറ്റിന് S2 എന്നും പേര് കൊടുക്കാം. S1 നിന്നും S2 എന്നും വരുന്ന സ്ലിറ്റിൽ കൂടെ വരുന്ന ലൈറ്റ്സ് എങ്ങനത്തെ ലൈറ്റ്സ് ആയിരിക്കും? ഒരേ വേവ് ലെങ്ത്തും ഒരേ ഫ്രീക്വൻസി ഉള്ള ലൈറ്റ് ആണ്. കാരണം ഒരു സിംഗിൾ സോഴ്സിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്ത ലൈറ്റ്സ് ആണ് രണ്ട് ലൈറ്റ്സും. സോ അതുകൊണ്ട് തന്നെ യങ്ങിന് ഈ സ്ക്രീനിൽ ഇൻഡിഫറൻസ് പാറ്റേൺ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ യങ്ങിൻ്റെ ഇൻഡിഫറൻസ് പാറ്റേൺ ഇങ്ങനെയാണ്. ഇതിൻ്റെ സെൻറ്ററിൽ ഒരു ബ്രൈറ്റ് ഫ്രിഞ്ചിനെ കണ്ടു. പിന്നെ രണ്ട് സൈഡിലേക്കും ഓൾട്ടർനേറ്റീവായിട്ട് ഡാർക്ക് ഫ്രിഞ്ച്, ദെൻ ബ്രൈറ്റ് ഫ്രിഞ്ച്, അങ്ങനെ ഓൾട്ടർനേറ്റീവായിട്ട് ഡാർക്ക് ആൻഡ് ബ്രൈറ്റ് ഫ്രിഞ്ചസ് ആണ് യങ് കണ്ടത്. അതുപോലെ തന്നെ ഒബ്സർവ് ചെയ്തു ഈ ഫ്രിഞ്ചസിൻ്റെ വിഡ്ത്ത്, ഡാർക്ക് ഫ്രിഞ്ച് ആണെങ്കിലും ബ്രൈറ്റ് ഫ്രിഞ്ച് ആണെങ്കിലും രണ്ട് ഫ്രിഞ്ചസിൻ്റെയും വിഡ്ത്ത് സെയിം ആണ്. അതുപോലെ തന്നെ അതിൻ്റെ ഇൻറ്റൻസിറ്റിയും സെയിം ആണ്. അങ്ങനെയുള്ള ഒരു ഇൻറ്റർഫറൻസ് പാറ്റേൺ ആണ് യങ് കണ്ടത്. അപ്പം നമുക്കറിയാം നമ്മൾ ഈ സ്ക്രീനിലെ ഒരു പെർട്ടിക്കുലർ പോയിന്റ് ഒരു പി എന്ന് പറഞ്ഞ ഞാൻ ഈ പോയിന്റിൽ എത്തുന്ന S1 നിന്നും S2 നിന്നും പി എന്ന് പറയുന്ന പോയിന്റിൽ എത്തുന്ന ലൈറ്റ് കൺസ്ട്രക്റ്റീവ് ഇൻഡിഫറൻസ് ആകണമെങ്കിൽ നമുക്ക് അതിനുള്ള കണ്ടീഷൻ അറിയാം അല്ലേ? n ലാംഡ പാത്ത് ഡിഫറൻസ് n ലാംഡ ആണെങ്കിൽ നമുക്ക് കൺസ്ട്രക്റ്റീവ് ഇൻഡിഫറൻസ് കിട്ടും. അതുപോലെ തന്നെ n + 1/2 ടൈംസ് ലാംഡയാണ് രണ്ട് വേവ്സിൻ്റെയും പാത്ത് ഡിഫറൻസ് എങ്കിൽ നമുക്ക് ഡിസ്ട്രക്റ്റീവ് ഇൻഡിഫറൻസ് കിട്ടും. സോ ഈ ഒരു കാര്യം മനസ്സിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിനുവേണ്ടി നമ്മൾ ആദ്യം കുറച്ച് കാര്യങ്ങൾ കൺസിഡർ ചെയ്യും. അതായത് നമ്മുടെ സ്ലിറ്റ്സ് തമ്മിലുള്ള സെപ്പറേഷൻ സ്മോൾ ലെറ്റർ D ആണെന്ന് കൺസിഡർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ സ്ലിറ്റും നമ്മുടെ സ്ക്രീനും തമ്മിൽ സ്ലിറ്റ്സ് ഇരിക്കുന്ന സ്ക്രീനും നമ്മുടെ ഒബ്സർവേഷൻ നടത്തുന്ന സ്ക്രീനും തമ്മിലുള്ള ഡിസ്റ്റൻസിനെ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ D കൊണ്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക. സോ ക്യാപിറ്റൽ ലെറ്റർ D ആണ് സ്ക്രീനും സ്ലിറ്റ്സും തമ്മിലുള്ള ഡിഫറൻസ്. സ്ലിറ്റ്സ് തമ്മിലുള്ള സെപ്പറേഷൻ ആണ് സ്മോൾ ലെറ്റർ D. ഇനി നമുക്കറിയാം പാത്ത് ഡിഫറൻസ് n ലാംഡയാണ് കൺസ്ട്രക്റ്റീവ് ഇൻഡിഫറൻസും n + 1/2 ടൈംസ് ലാംഡയാണ് ഡിസ്ട്രക്റ്റീവ് ഇൻഡിഫറൻസും ആണ് അല്ലേ? അപ്പോൾ P എന്ന് പറയുന്ന പോയിന്റിലേക്ക് S1 നിന്ന് S2 നിന്നുമുള്ള പാത്ത് ഡിഫറൻസ് എന്തായിരിക്കും? സോ നമുക്ക് ആ പാത്ത് ഡിഫറൻസ് ഒന്ന് വരച്ച് നോക്കാം. S2P ലെങ്ത്, S2 മുതൽ P വരെയുള്ള ലെങ്ത് മൈനസ് S1 മുതൽ P വരെയുള്ള ലെങ്ത്, അതിന് S1P. സോ S2P ആൻഡ് മൈനസ് S1P ആണ് ഇവിടെ പാത്ത് ഡിഫറൻസ്. നമുക്ക് S1Pയും S2Pയും എന്താണെന്ന് അറിയില്ല. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? അത് ഡിറൈവ് ചെയ്തെടുക്കും. അതിനുവേണ്ടി നമ്മളിവിടെ ഒരു കാര്യം ചെയ്യും. അതെന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ നമ്മൾ രണ്ട് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസ് കൺസിഡർ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. സോ ആ ട്രയാങ്കിൾസ് ഇതാണ്. ആദ്യത്തെ ട്രയാങ്കിൾ S1P കഴിഞ്ഞ് ഇങ്ങനെ വരുന്നൊരു ട്രയാങ്കിൾ. ഓക്കെ, അത് രണ്ടാമത്തെ ട്രയാങ്കിളാണ് ഈ ട്രയാങ്കിൾ. സോ ഞാൻ ഈ ട്രയാങ്കിൾസിന് ഒരു പേര് കൊടുക്കാം. സേ PQR. അപ്പോൾ നമ്മുടെ ട്രയാങ്കിൾസ് ഇതാണ്. ആദ്യത്തെ ട്രയാങ്കിൾ S1PQ, സെക്കൻഡ് ട്രയാങ്കിൾ S2PR. ഇനി ഈ സെൻറ്ററിലെ ഞാൻ ഒറിജിൻ എന്നുള്ള അർത്ഥത്തിൽ O എന്ന് വിചാരിക്കാം. നമുക്കറിയാം റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ കേസിൽ നമുക്ക് പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാം.
അങ്ങനെ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് ട്രയാങ്കിൾ, അതായത് ട്രയാങ്കിൾ S1PQ എന്ന് പറഞ്ഞ ട്രയാങ്കിൾ നമുക്ക് എഴുതാവുന്ന റിലേഷനാണ് S1P സ്ക്വയർ. അത് ഹൈപ്പോട്ടേനിയസ് ആണ്. സ്ക്വയർ ഈസ് ഈക്വൽ ടു S1Q സ്ക്വയർ പ്ലസ് PQ. ട്രയാങ്കിൾ S2PR നിന്ന് നമുക്ക് എഴുതാവുന്ന റിലേഷനാണ് S2P സ്ക്വയർ. അവിടെ S2P ആണ് ഹൈപ്പോട്ടേനിയസ്. S2P സ്ക്വയർ ഈസ് ഈക്വൽ ടു S2R സ്ക്വയർ പ്ലസ് PR. നമുക്കിവിടെ S1Q എന്താണെന്ന് നോക്കാം. S1Q എന്ന് പറയുന്നത് നമ്മുടെ സ്ലിറ്റും സ്ക്രീൻ തമ്മിലുള്ള സെപ്പറേഷൻ ആണ്. അതിന് നമുക്ക് ക്യാപിറ്റൽ ലെറ്റർ D എന്ന് എടുത്തത്. അതുപോലെ തന്നെ S2R എന്ന് പറയുന്നതും സ്ക്രീനും സ്ലിറ്റ്സും തമ്മിലുള്ള സെപ്പറേഷൻ. അപ്പോൾ S1Qവും S2 ക്യാപിറ്റൽ ലെറ്റർ D ആണ്. നമുക്കത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പക്ഷെ നമുക്ക് അറിയത്തില്ലാത്തത് PQവും PRും എന്താണെന്ന്. PQവിൻ്റെയും PRൻ്റെയും ഡിസ്റ്റൻസ്, അതിൻ്റെ ലെങ്ത് എത്രയാണെന്ന് നമുക്കറിയില്ല. അപ്പം നമ്മളിവിടെ കൺസിഡർ ചെയ്യാണ് P മുതൽ നമ്മുടെ ഈ സ്ക്രീനിൻ്റെ സെൻറ്റർ വരെയുള്ള ഡിസ്റ്റൻസ് X ആണെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും PQ? നമുക്കറിയാം S1 മുതൽ S2 വരെയുള്ള ഡിസ്റ്റൻസ് D ആണ്. സോ ഈ ഒരു ചെറിയ ഡിസ്റ്റൻസ് എന്തായിരിക്കും? D/2 ആയിരിക്കും. അപ്പം PQ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് നമുക്ക് എഴുതാം X മൈനസ് D/2 എന്ന് എഴുതാം. അതുപോലെ തന്നെ PR എന്ന് പറയുന്നതിന് P2 O വരെ X ആണ് ഡിസ്റ്റൻസ്, to R ഡിസ്റ്റൻസ് D/2 ആണ്. അപ്പോൾ PR നമുക്ക് X പ്ലസ് D/2 എന്ന് എഴുതാം. സോ അപ്പോൾ ആ രണ്ട് റിസൾട്ടും നമ്മൾ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. നമ്മുടെ ഇക്വേഷൻ എങ്ങനെ വരും? നമുക്ക് ഇക്വേഷൻ ഇങ്ങനെ റീറൈറ്റ് ചെയ്യാം. S1P സ്ക്വയർ ഈസ് ഈക്വൽ ടു S1Q എന്താണ്? ക്യാപിറ്റൽ D സ്ക്വയർ പ്ലസ് PQ എന്താണ്? X മൈനസ് D/2 ദ ഹോൾ സ്ക്വയർ. അതുപോലെ S2P സ്ക്വയർ നമുക്ക് ഇങ്ങനെ എഴുതാം. S2P സ്ക്വയർ ഈസ് ഈക്വൽ ടു D സ്ക്വയർ പ്ലസ് PR എന്ന് പറയുന്നത് X പ്ലസ് D/2 ആണ്. എഴുതാം X പ്ലസ് D/2 ദ ഹോൾ സ്ക്വയർ. ഇനി ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും D സ്ക്വയർ പ്ലസ് X സ്ക്വയർ മൈനസ് XD പ്ലസ് D സ്ക്വയർ ബൈ 4. സെക്കൻഡ് ഇക്വേഷൻ അതുപോലെ തന്നെ D സ്ക്വയർ പ്ലസ് X സ്ക്വയർ പ്ലസ് XD പ്ലസ് D സ്ക്വയർ ബൈ, നമുക്ക് രണ്ട് ഇക്വേഷൻസ് കിട്ടി. ഇനി നമുക്ക് വേണ്ട പാത്ത് ഡിഫറൻസ് ആണ്. അപ്പം അത് S2P മൈനസ് S1P ആണ്. നമുക്കിവിടെ S2P സ്ക്വയറും S1P സ്ക്വയറും ഉണ്ട്. നമുക്ക് അങ്ങനെ തന്നെ എഴുതി നോക്കാം. സോ നമ്മളുടെ ഇക്വേഷൻ ഇങ്ങനെ വരും. S2P സ്ക്വയർ മൈനസ് S1P സ്ക്വയർ ഇസ് ഈക്വൽ ടു, സോ ഇതാണ് ഇക്വേഷൻ നമ്പർ 1, ഇതാണ് ഇക്വേഷൻ നമ്പർ 2 എന്ന് എഴുതുക. നമുക്ക് ഇക്വേഷൻ നമ്പർ 1 മൈനസ് 2 ആണ് ചെയ്യേണ്ടത്. അപ്പം രണ്ട് ഇക്വേഷനിലും D സ്ക്വയർ കോമൺ ആണ്, ക്യാൻസൽ ആയിപ്പോൾ. രണ്ട് ഇക്വേഷനിലും X സ്ക്വയർ കോമൺ ആണ്, ക്യാൻസൽ ആയിപ്പോൾ. പിന്നീട് XD മൈനസ് ഓഫ് മൈനസ് XD, അത് 2XD എന്ന് വരും. രണ്ട് ഇക്വേഷനിലും D സ്ക്വയർ ബൈ 4 ആണ്. അപ്പോൾ അതെല്ലാം ക്യാൻസൽ ആയിപ്പോൾ 2XD മാത്രമേ വരൂ. ഇനി S2P സ്ക്വയർ മൈനസ് S1P സ്ക്വയർ, അത് A സ്ക്വയർ മൈനസ് B സ്ക്വയർ എന്നുള്ള ഫോർമുല. നമുക്കറിയാം A സ്ക്വയർ മൈനസ് B സ്ക്വയറിനെ A മൈനസ് B ഇൻറ്റു A പ്ലസ് B എന്നുള്ള ഫോർമാറ്റിൽ നമുക്ക് എഴുതാൻ പറ്റും. ഇവിടെ നമ്മുടെ A എന്ന് പറഞ്ഞ S2Pയും B എന്ന് പറഞ്ഞ S1Pയും ആണ് അല്ലേ. അപ്പോൾ ആ ഒരു പ്രോപ്പർട്ടി യൂസ് ചെയ്ത് നമുക്കിതിനെ എഴുതാം S2P മൈനസ് S1P into S2P plus S1P, A plus B into A minus B എന്നുള്ള ആ ഫോർമാറ്റിലേക്കായി is equal to 2XD. ഇനി നമുക്കിവിടെ പാത്ത് ഡിഫറൻസ് ആണ് വേണ്ടത്. പാത്ത് ഡിഫറൻസ് പറയുമ്പോൾ S2P മൈനസ് S1P ആണ്. S1P മൈനസ് S2P അവിടെ വെച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള ക്വാണ്ടിറ്റീസിനെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് കൊടുക്കാം. സോ S2P minus S1P, which is the required path difference, is equal to 2XD divided by S2P plus S1P. നമ്മുടെ ഡയഗ്രത്തിലേക്ക് നമുക്കൊന്ന് തിരിച്ചു പോയി നോക്കാം. ഈ ഡയഗ്രത്തിൽ
ഡി എന്ന് പറയുന്നത് സ്ലിറ്റ്സ് നമ്മൾ സെപ്പറേഷൻ എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. അതായത് നമ്മുടെ സ്ലിറ്റും സ്ക്രീനും തമ്മിലുള്ള ഡിസ്റ്റൻസ് കമ്പയർ ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ലെറ്റർ ഡി ഈസ് വെരി മച്ച് ഗ്രേറ്റർ ദാൻ സ്മോൾ ലെറ്റർ ഡി. അതുകൊണ്ട് തന്നെ നമുക്ക് S1P ആൻഡ് S2P ഇസ് നിയർലി ഈക്വൽ ടു ക്യാപിറ്റൽ ഡി എന്ന് പറയാം. സോ അതുകൊണ്ട് S1P ഈസ് ഈക്വൽ ടു S2P ഈസ് ഈക്വൽ ടു ഡി എന്ന ആ ഒരു കാര്യം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണെങ്കിൽ ഇങ്ങനെ വരും, which is again equal to 2xd divided by d plus d, 2d. Get xd divided by d. Constructive interference ആണ് P എന്ന് പറയുന്ന പോയിന്റിലുള്ളെങ്കിൽ n lambda is equal to xd divided by d എന്നതായിരിക്കും കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസിൻ്റെ ഉള്ള കണ്ടീഷൻ. അതുപോലെ ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് ആണ് നമുക്കറിയാം n plus 1 by 2 times lambda ആണ് പാത്ത് ഡിഫറൻസ് എങ്കിൽ xd divided by d. ഇതാണ് ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസിനുള്ള പാത്ത് ഡിഫറൻസ്. ഇതാണ് ഇതിനകത്ത് നമ്മൾ യങ്സിൻ്റെ എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട്, കൺസ്ട്രക്റ്റീവ് ആൻഡ് ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസിനുള്ള കണ്ടീഷൻ. ഇനി നമുക്ക് വേണ്ടത് ഫ്രിഞ്ച് വിഡ്ത്ത് ആണ്. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് ഡയഗ്രത്തിലേക്ക് ഒന്നുകൂടെ പോകാം. ഇവിടെ പി എന്ന് പറയുന്ന പോയിന്റും ഒയും തമ്മിലുള്ള ഡിസ്റ്റൻസ് എക്സ് ആണെന്ന് നമ്മൾ വിചാരിക്കുക. അതായത് സെൻട്രൽ ഉള്ള ഒരു ബ്രൈറ്റ് ഫ്രിഞ്ചിൽ നിന്ന് പി എന്ന് പറയുന്ന പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് എക്സ്. അങ്ങനെയാണെങ്കിൽ അതിനുള്ളിൽ നമുക്ക് എൻ നമ്പർ ഓഫ് ഫ്രിഞ്ചസ് ഉണ്ടെന്ന് വിചാരിക്കാം. സോ എൻ നമ്പർ ഓഫ് ഫ്രിഞ്ചസ് ഉണ്ട്, ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു ഫ്രിഞ്ചിന്റെ വിഡ്ത്ത് എന്ത് ചെയ്യാം, എക്സ് ബൈ എൻ ആയിട്ട് എടുക്കാം. അപ്പോൾ എക്സ് ബൈ എൻ എന്ന് പറയുന്നതാണ് ഒരു ഫ്രിഞ്ചിന്റെ വിഡ്ത്ത്. സോ ഇതിൽ നിന്ന് നമുക്ക് ഫൈനൽ ഇക്വേഷനിൽ നമുക്ക് എക്സിനുള്ള റിലേഷൻ എന്താണെന്ന് എഴുതും. സോ യു ആർ റീറൈറ്റിംഗ് ദിസ് ഇക്വേഷൻ. സോ ഈ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ റീറൈറ്റ് ചെയ്യാം. എക്സ് ഈസ് ഈക്വൽ ടു എൻ ലാംഡ ക്യാപിറ്റൽ ഡി ഡിവൈഡഡ് ബൈ ഡി. ഇതാണ് എക്സിനുള്ള ഇക്വേഷൻ. സോ നമ്മുടെ ഫ്രിഞ്ച് വിഡ്ത്ത് എന്ന് പറയുന്നത് എന്താണ്, ഡിവൈഡഡ് ബൈ എക്സ് ഡിവൈഡഡ് ബൈ എൻ ആണ്. സോ ഈ ഒരു ഇക്വേഷൻ വിൽ ബിക്കം, ഈ ഇക്വേഷനെ എൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ യെസ്, ഫ്രിഞ്ച് വിഡ്ത്തിനെ ബീറ്റ എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഫ്രിഞ്ച് വിഡ്ത്ത് ബീറ്റ ഈസ് ഈക്വൽ ടു ലാംഡ ഡി ബൈ ഡി. ഇതാണ് ഫ്രിഞ്ച് വിഡ്ത്തിനുള്ള റിലേഷൻ. സോ ഈ യങ്ങിന്റെ എക്സ്പെരിമെന്റ് രണ്ട് ഡെറിവേഷൻ ആണ്. ഫസ്റ്റ്, deriving the expression for constructive and destructive interference at a point P on the screen, and the fringe width beta is equal to lambda d by d.